ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പാരടിപ്പോരും രൂക്ഷമായ വാദപ്രതിവാദങ്ങളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ വിവാദമായ പോറ്റിയെ കീറ്റിയെ എന്ന പാരടിപ്പാട്ട് പാടിക്കൊണ്ടും ഈ വരികൾ എഴുതിയ ബാനറുകൾ പിടിച്ചുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സ്വർണം കട്ടവരാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന മറുപടി പാട്ട് പാടിക്കൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിനെ പ്രതിഷേധിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു സഭയിൽ ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞു. സോണിയാഗാന്ധിയെ സ്വർണം കട്ടവർ 2 തവണ കാണാൻ പോയതെന്തിനാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ പറഞ്ഞു. കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന് സോണിയാഗാന്ധിയുടെ വസ്തുക്കളിലേക്ക് പ്രവേശനമുണ്ടോ എന്ന് മറുപടി പറയണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കയറ്റിയതാണെന്നും മന്ത്രി വീണ ജോർജ് ചോദിച്ചു. മറുപടിയില്ലാത്ത പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും വീണ ജോർജ് പറഞ്ഞു. ശബരിമലയിലെ കൊടിമരം മാറ്റിയവരെ പ്രതിപക്ഷം സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു സഭയിൽ മന്ത്രി MP രാജേഷ് പ്രതിരോധം തീർത്തത്. പോറ്റിയെക്കുറിച്ച് അടൂർ പ്രകാശിനോട് ചോദിക്കണമെന്നും സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ കോൺഗ്രസുകാരെയും സോണിയാഗാന്ധിയെയും സംരക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധം ഇളക്കിവിട്ടിരിക്കുന്നതെന്നും MP രാജേഷ് ആരോപിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ എന്നും MP രാജേഷ് ചോദിച്ചു.